കർണാടക PCC അധ്യക്ഷ പദവിയിൽ 6 വർഷം പൂർത്തിയാക്കിയ DK ശിവകുമാറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. DK ശിവകുമാർ പതറാത്ത പോരാളിയെന്നും യുവനേതാക്കൾക്ക് മാതൃകയെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. തന്നെക്കാൾ പ്രായം കുറഞ്ഞ DK ശിവകുമാറിന് മികച്ച രാഷ്ട്രീയ ഭാവിയുണ്ടെന്നും സിദ്ധരാമയ്യ എക്സ്പോസ്റ്റിൽ പറഞ്ഞു. സജു ചാമക്കാലയിൽ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സജു, ഈ മുഖ്യമന്ത്രി പദം സംബന്ധിച്ച് രണ്ട് നേതാക്കൾക്കിടയിലും തർക്കം നിലനിൽക്കുന്നിടയിലാണ് ഇപ്പോൾ ഈ രീതിയിലൊരു അഭിനന്ദനം സിദ്ധരാമയ്യ DK ശിവകുമാറിന് നൽകുന്നത്. ഇതിനെ തീർച്ചയായിട്ടും ഏറെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാഗത്തു നിന്നും DK ശിവകുമാറിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു എക്സ്പോസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത് DK ശിവകുമാർ അദ്ദേഹം പതറാത്ത പോരാളിയാണ്. പ്രധാനമായിട്ടും അതോടൊപ്പം തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നത് BJP ഇതുമായി കർണാടക PCC അധ്യക്ഷ പദവിയിൽ 6 വർഷം പൂർത്തിയാക്കിയ DK ശിവകുമാറിനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അഭിനന്ദിച്ച് എക്സിൽ സന്ദേശം അയച്ചിരിക്കുന്നത്. സജു ചാമക്കാലയിലാണ് വാർത്തയുടെ വിവരങ്ങൾ ബംഗളൂരുവിൽ നിന്ന് നൽകിയത്. സജു ഒരിക്കൽ കൂടി ചേരുകയാണ്. സജു, പറയൂ. ദിൽന ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അധികാര വടംവലി വലിയ തോതിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റണമെന്നും പകരം തന്നെ ആക്കണമെന്നുള്ള ആവശ്യമായിരുന്നു DK ശിവകുമാർ ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഡൽഹിക്ക് പോയിരുന്നു. ഡൽഹിയിൽ ഈ കാര്യങ്ങളൊക്കെയും ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം പോയതെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെയും പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ DK ശിവകുമാറിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കാര്യം പറഞ്ഞിരിക്കുന്നത്. BJP സർക്കാർ പല കേസുകളിലായി അദ്ദേഹത്തെ ഒക്കെ വേട്ടയാടുന്നുണ്ട്. പക്ഷേ പാർട്ടിയോടുള്ള അചഞ്ചലമായ സ്നേഹം അദ്ദേഹത്തിനുണ്ട്. കഴിഞ്ഞ 6 വർഷമായി പാർട്ടിയെ നയിക്കാൻ വേണ്ടിയുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം പോയത്. പ്രത്യേകിച്ച് യുവ നേതാക്കൾക്കൊക്കെയും അദ്ദേഹം ഒരു പിന്തുണ നൽകുന്ന നേതാവാണ്. പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള യുവ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിലൊക്കെയും ഏറെ ശ്രദ്ധാലുവായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് DK ശിവകുമാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 2028 വീണ്ടും കോൺഗ്രസ് പാർട്ടി അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ അദ്ദേഹം ശ്രദ്ധിക്കുമെന്നും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ള വാക്കുകളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള അധികാര വടംവലിക്കിടെയാണ് DK ശിവകുമാറിനെ പ്രശംസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു പോസ്റ്റ് ഉണ്ടായിരിക്കും. നേരത്തെ DK ശിവകുമാറുമായി ബന്ധപ്പെട്ട് ഏകദേശം 40-ലധികം MLA-മാർക്ക് അദ്ദേഹം അത്താഴ വിരുന്നൊക്കെ ഒരുക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കിയത് താൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറായില്ല. ഇനി വരാനിരിക്കുന്ന മുഖ്യമന്ത്രി പദം സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ DK ശിവകുമാറിനെ PCC അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നതിൽ ഒരു അഭിനന്ദനം എന്ന നിലയിലെ ഒരു പോസ്റ്റ് സിദ്ധരാമയ്യയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.